ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. അപ്പോൾ നമ്മുടെ നാലാമത്തെ ദിവസത്തെ മോക്ക് ടെസ്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ് മക്കളെ. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ഏതാ ജോഗ്രഫിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് ഇനിയും ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കൺസേൺ ടീമിനെ മെയിൽ ത്രൂ വാട്സാപ്പ് ത്രൂ നിങ്ങൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരും. ജോയിൻ ചെയ്യുക, പഠിക്കുക, നേടുക. നമ്മുടെ മുദ്രാവാക്യം അതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സമയം കളയാതെ നേരെ മോക്ക് ടെസ്റ്റിലേക്ക് പോവാണ്. അതിനു മുമ്പ് ലൈഫ് ട്രാക്കിന്റെ സൈഡിൽ നിന്ന് SSCയുടെയോ PSCയുടെയോ ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെസ്സേജ് അയക്കുക, അവർ അയച്ചു തരും. ഏത് മെറ്റീരിയൽ ആണെങ്കിലും നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി. നമ്മളത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ മോക്ക് ടെസ്റ്റിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിസ്തീർണത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല ഏതാണ്? ഓപ്ഷൻ എ പാലക്കാട്, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി മലപ്പുറം, ഓപ്ഷൻ ഡി എറണാകുളം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ വിട്ടുപോയതാണ്. ഞാനിപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനും ഓപ്ഷനും മാത്രമേ പറയുള്ളൂ. അവസാനമാണ് ഞാൻ നിങ്ങൾക്ക് ആൻസർ കീ തരിക. അപ്പം സത്യസന്ധമായിട്ട് നിങ്ങളിത് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ഇത്തിരി 2x ഇട്ട് നിങ്ങൾക്ക് സ്പീഡിൽ ഇത് കാണണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാതെ നേരിട്ട് നിങ്ങൾക്കിത് സ്ക്രോൾ ചെയ്ത് ആൻസർ ചെയ്യാം. പക്ഷേ നിങ്ങളിത് ഇങ്ങനെ പഠിച്ചു പോവുക. അതാകുമ്പോൾ ഞാൻ ആൻസർ കീ തരുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി പഠിക്കാനുള്ള ഒരു ഇത് കിട്ടും. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കാണാം കേട്ടോ. ഓക്കെ, ആൻസർ എഴുതിയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? വളപട്ടണം പുഴ, ഓപ്ഷൻ ബി മഞ്ചേശ്വരം പുഴ, ഓപ്ഷൻ സി പമ്പ, ഓപ്ഷൻ ഡി ഭവാനി. മൂന്നാമത്തെ ചോദ്യം, തെക്കേ ഇന്ത്യയുടെ എവറസ്റ്റ് എന്നറിയപ്പെടുന്ന ആനമുടി ഏത് ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ്? തെക്കേ ഇന്ത്യയുടെ എവറസ്റ്റ് എന്നറിയപ്പെടുന്ന ആനമുടി ഏത് ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻ എ സൈലന്റ് വാലി, ഓപ്ഷൻ ബി പാമ്പാടും ചോല, ഓപ്ഷൻ സി ഇരവികുളം, ഓപ്ഷൻ ഡി മതിക്കെട്ടൻ ചോല. നാലാമത്തെ ചോദ്യം, വിസ്തീർണത്തിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ല ഏതാണ്? വിസ്തീർണത്തിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ല ഏതാണ്? ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി കാസർഗോഡ്, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി എറണാകുളം. അഞ്ചാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമായ പാലക്കാട് ചുരം തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായാണ് അതിർത്തി പങ്കിടുന്നത്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമായ പാലക്കാട് ചുരം തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായാണ് അതിർത്തി പങ്കിടുന്നത്? ഓപ്ഷൻ എ മധുര, ഓപ്ഷൻ ബി കോയമ്പത്തൂർ, ഓപ്ഷൻ സി തിരുനെൽവേലി, ഓപ്ഷൻ ഡി നീലഗിരി. ആറാമത്തെ ചോദ്യം, വനപ്രദേശം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ്. എന്നാൽ വനപ്രദേശം ഒട്ടുമില്ലാത്ത ജില്ല ഏതാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി ലക്ഷദ്വീപ്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖ താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്തിലൂടെയാണ് കടന്നു പോകാത്തത്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖ താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്തിലൂടെയാണ് കടന്നു പോകാത്തത്? ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി ഒഡീഷ, ഓപ്ഷൻ ഡി ത്രിപുര. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ്? ഓപ്ഷൻ എ സിന്ധു, ഓപ്ഷൻ ബി ബ്രഹ്മപുത്ര, ഓപ്ഷൻ സി ഗോദാവരി, ഓപ്ഷൻ ഡി കൃഷ്ണ. ഒൻപതാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി കോട്ടയം. പത്താമത്തെ ചോദ്യം, പശ്ചിമഘട്ടവും കിഴക്കൻ ഘട്ടവും കൂടിച്ചേരുന്ന നീലഗിരി മലനിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടവും കിഴക്കൻ ഘട്ടവും കൂടിച്ചേരുന്ന നീലഗിരി മലനിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ഓപ്ഷൻ എ ആനമുടി,
ഓപ്ഷൻ ബി ധോഡപട്ട, ഓപ്ഷൻ സി ഗുരുശിഖർ, ഓപ്ഷൻ ഡി മഹേന്ദ്രഗിരി. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി അസം, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ലക്ഷദ്വീപ്, ഓപ്ഷൻ ബി ആൻഡമാൻ നിക്കോബാർ, ഓപ്ഷൻ സി മാൽഡീവ്സ്, ഓപ്ഷൻ ഡി മിനിക്കോയ്. 13ാമത്തെ ചോദ്യം, ഭാരതപ്പുഴ അല്ലെങ്കിൽ നിള ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ഏത് മലനിരകളിൽ നിന്നാണ്? ഭാരതപ്പുഴ അഥവാ നിള ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ഏത് മലനിരകളിൽ നിന്നാണ്? ഓപ്ഷൻ എ ശിവഗിരി മലകൾ, ഓപ്ഷൻ ബി ആനമല, ഓപ്ഷൻ സി അഗസ്ത്യമല, ഓപ്ഷൻ ഡി പളനിമല. 14ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. എന്നാൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി മലപ്പുറം, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമി പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം ഏത് അയൽ രാജ്യത്താണ് വ്യാപിച്ചു കിടക്കുന്നത്? ഓപ്ഷൻ എ ബംഗ്ലാദേശ്, ഓപ്ഷൻ ബി പാകിസ്ഥാൻ, ഓപ്ഷൻ സി നേപ്പാൾ, ഓപ്ഷൻ ഡി അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമി പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം ഏത് അയൽ രാജ്യത്താണ് വ്യാപിച്ചു കിടക്കുന്നത് എന്നാണ് ചോദ്യം. 16ാമത്തെ ചോദ്യം, കേരളത്തിൽ തുലാവർഷം ലഭിക്കുന്നത് പ്രധാനമായും ഏത് മാസങ്ങളിലാണ്? കേരളത്തിൽ തുലാവർഷം ലഭിക്കുന്നത് പ്രധാനമായും ഏത് മാസങ്ങളിലാണ്? ഓപ്ഷൻ എ ജൂൺ ടു സെപ്റ്റംബർ, ഓപ്ഷൻ ബി ഒക്ടോബർ ടു നവംബർ, ഓപ്ഷൻ സി മാർച്ച് ടു മെയ്, ഓപ്ഷൻ ഡി ഡിസംബർ ടു ഫെബ്രുവരി. 17ാമത്തെ ചോദ്യം, സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴ ഏത് നദിയുടെ കൈവഴിയാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴ ഏത് പ്രധാന നദിയുടെ കൈവഴിയാണ്? ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി ഭാരതപ്പുഴ, ഓപ്ഷൻ സി പമ്പ, ഓപ്ഷൻ ഡി ചാലിയാർ. 18ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള പോയിന്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള പോയിന്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഇന്ദിര പോയിന്റ്, ഓപ്ഷൻ ബി ഇന്ദിര കോൾ, ഓപ്ഷൻ സി കിബിത്തു, ഓപ്ഷൻ ഡി ഗുഹാർ മോട്ടി. 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയരേഖയായ 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം താഴെ പറയുന്നവയിൽ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയരേഖയായ 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം താഴെ പറയുന്നവയിൽ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി മിർസാപൂർ, ഓപ്ഷൻ ഡി മുംബൈ. അവസാന ചോദ്യം, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും റഗൂർ എന്നറിയപ്പെടുന്നതുമായ മണ്ണിനം ഏതാണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും റഗൂർ എന്നറിയപ്പെടുന്നതുമായ മണ്ണ് ഏതാണ്? ഓപ്ഷൻ എ എക്കൽ മണ്ണ്, ഓപ്ഷൻ ബി ചെമ്മണ്ണ്, ഓപ്ഷൻ സി കരിമണ്ണ്, ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് മണ്ണ്. അപ്പോൾ 20 ചോദ്യങ്ങൾ നമ്മൾ തന്നു. 20 ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ തെറ്റിയാലും കുഴപ്പമില്ല, നമ്മളിവിടെ നെഗറ്റീവ് മാർക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ 20 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തെന്ന് വിചാരിക്കണം. ഞാനിവിടെ 1 വേർഡ് ആയിട്ട് ക്വസ്റ്റിനും 1 വേർഡ് ആയിട്ട് ആൻസർ ചെയ്യും ഞാൻ തരാം. നിങ്ങൾ ഒത്തു നോക്കുക, എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? ആൻസർ കീയിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് ആൻസർ കീയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ, വലിയ രണ്ടാമത്തെ ജില്ല ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം ഇടുക്കി.
ഏറ്റവും നീളം കുറഞ്ഞ നദി കേരളത്തിൽ മഞ്ചേശ്വരം പുഴയാണ്. ആനമുടി ഏത് പാർക്കിലാണ്? ഇരവിക്കുളം നാഷണൽ പാർക്കിലാണ്. ചെറിയ രണ്ടാമത്തെ ജില്ല എറണാകുളം. പാലക്കാട് ചുരത്തിന്റെ അതിർത്തി കോയമ്പത്തൂരാണ്. വനപ്രദേശം ഒട്ടുമില്ലാത്ത ജില്ല ആലപ്പുഴ. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിലെ നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരി. ശാസ്താംകോട്ട കായൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊല്ലം. നീലഗിരിയിലെ ഉയർന്ന കൊടുമുടി ധോഡപട്ട. കൂടുതൽ അതിർത്തിയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ബാരൻ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ. ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമല. കുറഞ്ഞ കടൽ തീരമുള്ള ജില്ല കൊല്ലം. താർ മരുഭൂമി പങ്കിടുന്ന രാജ്യം പാകിസ്ഥാൻ. തുലാവർഷ മാസങ്ങൾ ഒക്ടോബർ നവംബർ. അതുപോലെ കുന്തിപ്പുഴ ഏതിന്റെ കൈവഴിയാണ്? ഭാരതപ്പുഴ. ഇന്ത്യയുടെ വടക്കേ അറ്റത്തിന്റെ പേര് ഇന്ദിരാകോൾ. സമയരേഖ കടന്നു പോകുന്ന നഗരം മിർസാപൂർ. റേഗൂർ മണ്ണ് ഏതാണ്? കരിമണ്ണ്. ഓക്കെ അല്ലേ? ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ആൻസർ മാത്രം പറഞ്ഞു പോയതാണ്. ആൻസർ ആയിട്ട് ഒത്തുനോക്കുക. ഓക്കെ അല്ലേ? എന്നിട്ട് നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വെറുതെ ഓപ്ഷൻ ആയിട്ട് പഠിക്കാണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നത്. അപ്പൊ നാളെ അടുത്ത സബ്ജക്റ്റിന്റെ മോക്ക് ടെസ്റ്റ് ആയിട്ട് ഞാൻ വരും. നമ്മുടെ 10 ഡേ സ്റ്റഡി സെഷനിൽ ഇനിയും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ കൺസൾട്ട് ടീമിനെ മെയിൽ ത്രൂ വാട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? താങ്ക് യു.